ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരള, ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ പാലാ നിയോജക മണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ പാലാ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ ഉദ്ഘാടനം മാണി കാപ്പൻ MLA നിർവഹിച്ചു. തീർച്ചയായും ആയുർവേദം നല്ലൊരു ചികിത്സയാണ്. ഞാനതിൽ അനുഭവസ്ഥനാണ്. പണ്ട് പന്ത് കളിക്കുന്ന കാലത്ത് ഒരു കാലിൻ്റെ വണ്ണം കുറഞ്ഞു പോകുന്നു. അപ്പം ഞാൻ അലോപ്പതി ഡോക്ടർമാരെ കണ്ടു, പലതും കഴിഞ്ഞ് സ്കാനിങ് ഒക്കെ നടത്തി. അവസാനം ഒരു പന്ത് കളിക്കാരനായ ഡോക്ടറുണ്ടായിരുന്നു, പുള്ളി ഓർത്തോപീഷ്യനായിരുന്നു. പുള്ളി പറഞ്ഞു, കാപ്പ ഇതുകൊണ്ട് ആയുർവേദത്തിൽ തിരുമ്മിച്ചാൽ ശരിയാവുള്ളൂ. അങ്ങനെ ആയുർവേദത്തിൽ പോയി തിരുമ്മിച്ചു. ആദ്യത്തെ പ്രാവശ്യം യൂണിവേഴ്സിറ്റി കളിക്കുമ്പോഴാണ്. പിന്നീട് യൂണിവേഴ്സിറ്റിക്ക് അതിനായി സ്റ്റേറ്റ് കളിച്ചു, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്തു. ഇതെല്ലാം വന്ന് ആയുർവേദത്തിൻ്റെ ഈ ചികിത്സയുടെ പ്രയോജനം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആയുർവേദത്തിനോട് ബഹുമാനമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മ ആയുർവേദ മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഞാനിപ്പോഴും ഓർക്കുന്നു, തോട്ടുകുപ്പിടി വന്ന് പച്ചമരുന്നുകളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഷായമാക്കി ലേഹ്യമാക്കിയൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു. ആയുർവേദത്തിൻ്റെ ഒരു ഗുണം പാർശ്വഫലങ്ങളില്ല, സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മെച്ചം. പിന്നെ കോവിഡ് വന്നപ്പോൾ ഇവിടുത്തെ ആയുർവേദ ആശുപത്രിയിൽ നിന്ന്, ഈ ഡോക്ടറല്ല, എന്നോട് പറഞ്ഞ ഒരു ആയുർവേദ ഗുളികയും ഒരു ചൂർണം തന്നോട് വീടിന് ചുറ്റും പോയിക്കണം, ഈ ആയുർവേദ ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അയലോകത്തുള്ളവർക്ക് കൊടുത്തു. അവർക്ക് ആർക്കും കോവിഡ് വന്നില്ല. പിന്നീട് ഞാൻ അമേരിക്കയിൽ പോയി തിരിച്ചു വന്നപ്പോൾ എനിക്ക് കിട്ടി. അത് അന്നേരത്തിന് ഈ മരുന്നൊന്നും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആയുർവേദം എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസ് അഗസ്റ്റിൻ, ജോമി ബെന്നി, സുധാ ഷാജി, പാലാ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത പ്രകാശ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻസി സണ്ണി, വാർഡ് കൗൺസിലർമാരായ ബിജി ജോജോ, ഷാജു ദുരത്തൻ, ജോർജ് ചെറുവള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ നിയോജക മണ്ഡലത്തിലെ വിവിധ യോഗ ക്ലബ് അംഗങ്ങളുടെയും ആശുപത്രി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാക്കത്തോൺ നടന്നു. പാലാ അൽഫോൻസ കോളേജിൽ നിന്നും ആരംഭിച്ച വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് പാലാ SI ദിലീപ് കുമാർ നിർവഹിച്ചു. ക്യാമ്പയിനിൽ സ്കൂൾ കുട്ടികൾക്കായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്ക് സമ്മാന വിതരണവും നടന്നു. യോഗ പ്രദർശനം, സൂംബ ഡാൻസ്, നേത്രപരിശോധന, ഹെൽത്ത് ചെക്കപ്പ്, രക്തപരിശോധന തുടങ്ങിയവയും ഉണ്ടായിരുന്നു. ചീഫ് മെഡിക്കൽ ഓഫീസർ റോഷ്നി C, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസി AJ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.